ഈ ശരിക്കും വാക്കുകൾ നമുക്ക് ഇപ്പൊ അതിന്റെ ചിട്ട രീതികളെല്ലാം പഠിച്ചു എന്ന് തന്നെ വിചാരിച്ചല്ലോ. അപ്പൊ ശരിക്കും വാക്കുകൾ ഒന്നിന് പുറകെ ഇങ്ങനെ വരാനും അത് റൈമിങ് ആയിരിക്കണം ചില സമയം, അങ്ങനെയൊക്കെ അല്ലേ? അത് നമ്മൾ ശരിക്കും അതെങ്ങനെ ക്രിയേറ്റ് ആവുന്നത്? ഇത് ചോദിക്കുന്നത് അതൊരു ശീലമല്ലേ. ഇപ്പോ ഈ ക്യാമറയിൽ ബിഹേവ് ചെയ്യുന്നത് ചേച്ചിക്ക് ഒരു ശീലം ഉണ്ടാവുമല്ലോ, അത്രയും സ്വാഭാവികമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മളൊരു ഇടം, അല്ലെങ്കിൽ ഇതാണ് എന്ന് വരുമ്പോ അതിനോടുള്ള ഒരു പാഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരുപാട് നമ്മൾ വായിക്കും, വേറെ ആൾക്കാർ ചെയ്തത് കാണും, ഇതുപോലെ നമ്മളെ തെറ്റി വീണ് കഴിഞ്ഞാൽ പഠിപ്പിച്ച അത് എല്ലാ പ്രോസസ്സിലും അത് ഉണ്ടാവുമല്ലോ ചോദിച്ചാൽ അങ്ങനെയുള്ളത് അങ്ങനെ വന്നതാ തീർച്ചയായിട്ടും. അപ്പൊ ഈ പാട്ട് എഴുതുമ്പോഴോ അല്ലെങ്കിൽ കവിത എഴുതുമ്പോഴോ ഒക്കെ അതിന് പ്രത്യേക മൂഡ് ക്രിയേഷൻ അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മുടെ കവിത എഴുതുമ്പോ ഒരു ഓൺ മൂഡാണ്, പക്ഷെ പാട്ടറിയാലോ ചേച്ചി, അതിൽ ഒരുപാട് സിനിമയിലൊക്കെ ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, ഡയറക്ടറുടെ ഒരു സജഷൻസ്, നരേഷൻ ഉണ്ടാവും, സിറ്റുവേഷൻ പറയും, മ്യൂസിക് ഡയറക്ടറുടെ ഈ ട്യൂൺ ഉണ്ടായിരിക്കും, അതിനാണല്ലോ നമ്മൾ എഴുതുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് സിനിമയിലാണെങ്കിൽ അത് അറിയാലോ, അത് സമയം എന്ന് പറയുന്നത് വളരെ വളരെ ഇതല്ലേ, ലിമിറ്റഡ് അല്ലേ, ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് അല്ലേ. അപ്പം ആ ടൈം നുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ചില സമയത്തൊക്കെ ഒരു ട്രെൻഡിങ് പോലെയല്ലേ, ഒരു പാട്ട് എഴുതുമ്പം ആ സിനിമയിൽ വൈറൽ ആവണം എന്ന് പറഞ്ഞിട്ട് ഒരു മസ്റ്റ് വെക്കാറില്ലേ? ആ ടൈമിലൊക്കെ എന്താ ചെയ്യാ? അതിനോടുള്ള പ്രഷറാണോ? അത് നമ്മുടെ കയ്യിലല്ലല്ലോ. എന്താന്ന് വെച്ചാൽ ഒരിക്കൽ സിദ്ദിഖ് സാർ ഇങ്ങനെ മരിച്ചുപോയ സിദ്ദിഖ് സാറ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ 2-3 പടം ഹിറ്റ് അടിച്ചാലും നമ്മൾ അടുത്ത പടം ചെയ്യുമ്പോൾ എങ്ങനെ ഹിറ്റാവുക, ഹിറ്റിനൊരു ഫോർമുല ഇല്ലല്ലോ ചേച്ചി. അതല്ല അതിൻ്റെ ഒരു വൈറലിനൊരു ഫോർമുല ഇല്ലല്ലോ, അത് സംഭവിക്കുന്നതല്ലേ. നമ്മൾ വൈറലാവാൻ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പം എനിക്കങ്ങനെ അതാ സംഭവിക്കുന്നതാണ്. ആക്ച്വലി നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പം വളരെ ചെറുപ്പത്തിലാണ് ഇതെല്ലാം എഴുതാനും ഒക്കെ ആ ഒരു ശീലം ഉള്ളിൽ വന്നതെന്ന് പറഞ്ഞു. ശരിക്കും അത് പ്രൊഫഷണലി ആ കുഞ്ഞുനാൾ മൂലം ഇപ്പം നമ്മൾ പഠിച്ച് ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഇപ്പൊ ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കൊരു പാട്ടുകാരനായി മാറണം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കുറെ പണികൾ ചെയ്തിട്ടുണ്ട്. അതായത് ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് CA അത് പകുതിയാക്കി, അതവിടെ നിർത്തി. പിന്നെ ജേർണലിസം ചെയ്തു, അത് പകുതിയാക്കി, അത് തീർത്തു. KSRTC കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു, ജോലി കിട്ടിയിട്ട് ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അതിലും ചെയ്തു. അപ്പൊ അത് ഉപേക്ഷിച്ചോ? അത് ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു. ഇപ്പൊ ഇത് തന്നെ ഉള്ളൂ. അപ്പൊ ഭഗവാന്റെ തീരുമാനം ഇതിലോട്ട് തന്നെ ഉറക്കാനായിരുന്നു? അറിയില്ല. അല്ല, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വരുമാനം, നിത്യവരുമാനം, അതൊക്കെ ആകുമ്പോ കണ്ടക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോ അത് നമുക്കൊരു വരുമാനം തരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വിട്ടിട്ടൊക്കെ വരുമ്പോ ഒരു എന്താ പറയാ, നമ്മുടെ ഭയങ്കര പ്രശ്നം. വീട്ടുകാർക്കൊക്കെ ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എല്ലായിടും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഈ ആദ്യത്തെ സിനിമ ബി ഉണ്ണീഷൻ സാറിന്റെ ദ ത്രില്ലറാണ്. അപ്പൊ അത് ചെന്നൈയിൽ പോയിട്ടാണ് എഴുതിയത്. അപ്പം നമുക്ക് സിനിമയിലൊക്കെ എഴുതിയെന്നൊക്കെ പറഞ്ഞ ആവേശത്തോടു കൂടിയിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ എൻ്റെ വീട്ടുകാരുടെയൊക്കെ ഒരു മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് 10 ദിവസം റിമാൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ ഉള്ളൊരു ഫീലായിരുന്നു അവർക്ക്. വേറെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷൻ അതെന്താണെന്ന് അറിയില്ല, ഇതാണെങ്കിൽ ഒരു പഠിച്ചതൊന്നും മുഴുവനാക്കുന്നില്ല എന്നുള്ളൊരു ഇവൻ എവിടെ രക്ഷപ്പെടുവോ. അതും ഞാനും പാട്ടെഴുത്തും അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വന്നതൊന്നല്ല, വളരെ എങ്ങനെയൊക്കെയോ തട്ടിത്തിരിഞ്ഞതിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പാട്ടെഴുത്തുകാരനാവണം എന്ന് ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, വന്നു. അപ്പൊ അതെങ്ങനെ ആ ഒരു സാഹചര്യം വന്നേ? അത് യാദൃശ്ചികമായിട്ട് ഫ്രണ്ട്സ് കാരണമാണ് ചേച്ചി. ഈ നമ്മള് അങ്ങോട്ട് ആ സജഷൻ വെച്ചിട്ടുണ്ടോ അതോ നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി? ഞാൻ നല്ല ലെമൺ ജ്യൂസും സുഖിയനും പാട്ടെഴുത്തുകാരനാക്കിയ ഒരാളാണ്. കാരണം എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുന്നംകുളത്ത്. അപ്പൊ ഞാൻ തൽക്കാലം ജോലിയൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന അങ്ങനെ ഒരു ഗ്യാപ്പില് അവിടെ കുന്നംകുളത്താണ് എൻ്റെ വീട്. ഇട്ടിമാണി ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ ക്യാൻറ്റീനിൽ നല്ല സുഖീനും ലൈം ജ്യൂസും കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കിൽ കയറിയിട്ട് അവിടെ പോവും, അവിടെ ഇരുന്ന് വർത്തമാനം പറയും. അപ്പം അവിടെ ഒരു ഉണ്ണി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ പുള്ളിയുടെ ഒരു ആൽബം സെറ്റ് ചെയ്യായിരുന്നു ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഈ ഫ്രണ്ട് ഗിറ്റാർ വായിക്കുന്ന ആളാണ്, എന്നെ കൊണ്ടുപോയ ആൾ. അപ്പോൾ അവിടെ ചെന്ന് അവർ ട്യൂണൊക്കെ ചെയ്ത് അവർക്ക് ആരുടെയോ പാടാനുള്ള ഡേറ്റ് കിട്ടി, പക്ഷേ ലിറിക്കായിട്ടില്ല. അങ്ങനെ ലിറിക്ക് എഴുതേണ്ട ആൾക്ക് പിന്നീട് പുള്ളി അന്ന് അവൈലബിൾ ആയില്ല. അപ്പം എന്നോട് എഴുതാമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എനിക്ക് ഈണത്തിനൊന്നും എഴുതി പരിചയമില്ല, അങ്ങനെ ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ട്
ഞാൻ ആ ഒരു പാട്ട് അത് പൂർത്തിയായി. ടൈം ലിമിറ്റ് ഇല്ലേ അല്ല, ആ സമയത്ത് ടൈം ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പരിപാടി അതും നിർത്തിയേനെ. അതും നിർത്തിയേനെ. അത് വർക്കൗട്ടായി. അങ്ങനെ അതിലൊരു 4 പാട്ട് എഴുതി. വേറൊരു സുഹൃത്തിന്റെയും ആൽബത്തിൽ അങ്ങനെ എഴുതി. അപ്പൊ ഈ സമയത്ത് എന്താന്ന് വെച്ചാൽ ഈ ഉണ്ണി ആയിട്ട് കമ്പനി, അവനും വലിയ പണിയൊന്നുമില്ല, എനിക്കും വലിയ പണിയൊന്നുമില്ല ആ സമയത്ത്. അപ്പൊ ഇങ്ങനെ ഓരോ നമ്മൾ പറയില്ലേ ചേച്ചി, വേറെ ഒന്നും പണിയില്ലാതിരിക്കുമ്പോ അവൻ വിളിച്ചിട്ട് ഒരു ട്യൂണുണ്ടോ ഒന്ന് എഴുതി നോക്കുന്നോന്ന് ചോദിക്കും. ഒന്നിനുമല്ല, അങ്ങനെ ദിവസം എഴുതി ചുമ്മാ. അതിൽ വേറെ ഒരു സിറ്റുവേഷനും ഒന്നുമില്ല. ദിവസവും ഈ പരിപാടി ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് ആയി. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, അവനിപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അവനാണ് സിനിമയിലേക്ക് എന്നെ കൊണ്ടുവന്നത്, ജയൻ എന്ന് പറഞ്ഞിട്ട്. ജയൻ അന്ന് ഉണ്ണിസാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ഉണ്ണികൃഷ്ണൻ സാർ. ജയൻ ഉണ്ണിസാറിന് എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ ദ ത്രില്ലറിൽ എഴുതി. Ali's Kitchen. Let's cook with love.